ബ്രോക്കറേജ് സ്ഥാപനമായ ആക്സിസ് സെക്യൂരിറ്റീസ് മുന്നേറ്റ സാധ്യത പ്രതീക്ഷിക്കുന്ന 7 ഓഹരികളെക്കുറിച്ച് മനസ്സിലാക്കാം. 48% വരെ മുന്നേറ്റമാണ് ഓഹരികൾക്ക് പ്രതീക്ഷിക്കുന്നത്. ലുപിനാണ് ഒരു ഓഹരി. നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 23% മുന്നേറ്റമാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത്. ഓഹരി 2500 രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് അനുമാനം. കമ്പനിയുടെ പുതിയ ലോഞ്ചുകൾക്ക് വിപണി വിഹിതം ഉയർത്താൻ സാധിച്ചു. മാത്രമല്ല, അനുമതി ലഭിച്ച മറ്റൊരു മരുന്നിന് $50 മില്യൺ വിൽപ്പന രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് മരുന്നുകൾക്ക് ലഭിച്ചേക്കാവുന്ന അനുമതി വർഷത്തിന്റെ രണ്ടാം പകുതി മുതൽക്ക് വളർച്ചയെ ത്വരിതപ്പെടുത്തും. നിലവിൽ മികച്ച പൈപ്പ്ലൈൻ കമ്പനിക്കുണ്ട്. മാക്സ് ഹെൽത്ത് കെയറാണ് മറ്റൊരു ഓഹരി. 1120 രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി 1315 രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 17% മുന്നേറ്റമാണ് ഓഹരിയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നത്. കമ്പനിയുടെ റവന്യൂ മിക്സ് ബാലൻസ് ആയി തന്നെ തുടരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ്സിൽ വിഹിതം ഉയർന്നതും അനുകൂലമായി പറയാം. ലക്നൌ, നാഗ്പൂർ എന്നിവിടങ്ങളിലെ ലാഭക്ഷമത കൂടുതൽ മികച്ചതാകുമെന്നും കണക്കാക്കുന്നുണ്ട്. കോൾഗേറ്റ് ആണ് അടുത്ത കമ്പനി. 2540 രൂപയ്ക്ക് മുകളിൽ തുടർന്ന ഓഹരി 2950 രൂപ വരെ എത്തുമെന്ന് കരുതുന്നു. അതായത് 16% മുന്നേറ്റം. കമ്പനിക്ക് ദീർഘകാലത്തേക്കുള്ള വളർച്ചാ സാധ്യത കൂടുതലാണ്. കൂടുതൽ പ്രീമിയം പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നതും മാർക്കറ്റിംഗ് നടപടികൾ കൂടുതൽ നടത്തുന്നതും ഗ്രാമീണ മേഖലയിലെ ഉപഭോഗം കൂടുന്നതും പേഴ്സണൽ കെയർ പോർട്ട്ഫോളിയോ ഉയർത്തുന്നതുമൊക്കെ കമ്പനിയുടെ വളർച്ചയെ ഉറപ്പുവരുത്തുന്നതാണ്. 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് കുതിച്ച ഓഹരി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇടിവിലായിരുന്നു. എങ്കിലും കഴിഞ്ഞ മാസം 8% മുന്നേറിയിട്ടുണ്ട്. ഡാൽമിയ ഭാരത് ഓഹരികൾക്ക് 14% മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് 2180 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. അടുത്ത 2 സാമ്പത്തിക വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വോളിയം, വരുമാനം, എബിഡ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവ യഥാക്രമം 8%, 6%, 11%, 17% CAGR വളർച്ച കൈവരിക്കുമെന്ന് കരുതുന്നു. ശേഷി വിപുലീകരണം, വിപണി വിഹിതം വർദ്ധിക്കുന്നത്, പ്രവർത്തനക്ഷമത എന്നിവ വളർച്ചയ്ക്ക് പിന്തുണ നൽകും. മൊത്ത വിപണി വിഹിതം 2028 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പ്രധാന കമ്പനികളുടെ വിഹിതം 65 മുതൽ 70% വർദ്ധിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. ഡാൽമിയ ഭാരത് സിമന്റ് ഇൻഡസ്ട്രിയിലെ മുൻനിര 5 കമ്പനികൾ ഉൾപ്പെടുന്നതിനാൽ ഇത് വളർച്ചയെ സ്വാധീനിക്കും. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ് മറ്റൊരു കമ്പനി. കമ്പനിയുടെ ഓഹരിയിൽ 42% കുതിപ്പുണ്ടാകുമെന്നാണ് കരുതുന്നത്. പൈശുപാശ നൽകുമ്പോൾ 1820 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. ഈ പാദത്തിൽ പ്രധാനപ്പെട്ട ലോഞ്ചുകൾ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ടും 3013 കോടി രൂപയുടെ വിൽപ്പന രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പദ്ധതികളിൽ ഏകദേശം 30% വിൽപ്പന വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. കൽപ്പതാരു പ്രൊജക്ട്സ് ആണ് മറ്റൊരു ഓഹരി. 48% ഓഹരി കുതിക്കാൻ സാധ്യത എന്ന് ആക്സിസ് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ കരുതുന്നു. ശക്തമായ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത്. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഒപ്പം ബിൽഡിംഗ് ആൻഡ് ഫാക്ടറീസ് വിഭാഗത്തിൽ അന്താരാഷ്ട്ര വിപണിയിലും ആഭ്യന്തര വിപണിയിലും അനുകൂലമായ സാഹചര്യമാണുള്ളത്. ഇത് കമ്പനിയുടെ വളർച്ചയെ സഹായിക്കും. കൂടാതെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗവൺമെന്റ് നടപടികളും മാർജിൻ മെച്ചപ്പെടാൻ സഹായിക്കും. 2027 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും 19%, 31% CAGR വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അവസാനമായി ആക്സിസ് സെക്യൂരിറ്റീസ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഒരു ഓഹരി APL അപ്പോളോ ട്യൂബ്സ് ആണ്. 1645 രൂപയ്ക്ക് മുകളിൽ തുടരുന്ന ഓഹരി 1800 രൂപ വരെ എത്തിയേക്കുമെന്നാണ് കണക്കാക്കുന്നത്. 9% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നർത്ഥം. കമ്പനി അവരുടെ ശേഷി 2030ഓടെ 10 മെട്രിക് ടൺ പെർ ആനമാക്കി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ദീർഘകാലത്തേക്ക് അനുകൂലമായി പരിഗണിക്കാം. നിലവിലെ 4.3 മെട്രിക് ടൺ ശേഷി 5 മെട്രിക് ടണ്ണായി ഉയർത്താനും ലക്ഷ്യമുണ്ട്. ഇത്തരം ഫാക്ടേഴ്സ് പരിഗണിച്ചാണ് ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നത്.